നമസ്കാരം, എല്ലാവർക്കും mynotebookലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ ദിവസം നോട്ടിഫൈ ചെയ്തിരുന്നു. ഡിസംബർ മാസത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ വിജ്ഞാപനം ഉണ്ടായിരിക്കും. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ. അപ്പോൾ അസിസ്റ്റന്റ് ഓഡിറ്റർ പോസ്റ്റുകൾ മാത്രമല്ല, മറ്റ് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നിവയാണ് ഈ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ എക്സാമാണിത്. ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറിക്ക് ശേഷം മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. തന്നെ ഡിഗ്രി പ്രിലിമിനറി കോമൺ എക്സാമാണ്. അതിലൊരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മെയിൻസ് എക്സാം എഴുതാനുള്ള ചാൻസ് ലഭിക്കുന്നതാണ്. അതിൽ കൂടുതൽ മാർക്സ് ലഭിക്കുന്നവരായിരിക്കും, മെയിൻസ് എക്സാമിന് കൂടുതൽ മാർക്സ് ലഭിക്കുന്നവരായിരിക്കും, റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലെത്തുന്നവർക്കായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടക്കേണ്ട കടമ്പ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമാണ്. എന്താണ് അതിൻ്റെ എക്സാം പാറ്റേൺ, എത്ര മാർക്ക് വീതമാണ് ഓരോ സബ്ജക്റ്റിനും, അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവലിനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജനറൽ നോളജ് അഥവാ GK. ജനറൽ നോളജിൽ തന്നെ അതിൽ സബ് പാർട്സ് വരുന്നുണ്ട്. ഇനി അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് GKക്കാണ്. GKയിൽ തന്നെ സബ് പാർട്സ് ഉണ്ട്. ഈ സബ് പാർട്ടിൽ തന്നെ ഹിസ്റ്ററിക്കും അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്നിവയ്ക്കാണ് 10 മാർക്ക് വീതമുള്ളത്. അപ്പോൾ ഹിസ്റ്ററി എത്ര മാർക്കാണ്? 10 മാർക്ക്. ജോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സിന് 5, സിവിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്സ്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്സ്, സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇതിന് 20 മാർക്കാണ്. ഇനി ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. റീജിയണൽ ലാംഗ്വേജായ മലയാളം, കന്നഡ, തമിഴ് ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മലയാളമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ മലയാളത്തിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മലയാള സാഹിത്യം, ഗ്രാമറൊക്കെയാണ്. അതിന് 10 മാർക്ക്, 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഓരോന്നിൻ്റെയും സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹിസ്റ്ററി മൊത്തത്തിൽ 10 മാർക്കാണ്. അപ്പോൾ അതിൽ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റെഫർ ചെയ്യുന്ന SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കണം. അഡീഷണൽ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് കേരള ഹിസ്റ്ററിയുടെയൊക്കെ ശ്രീധരൻ സാറിൻ്റെ ബുക്കൊക്കെ ഉണ്ട്, കേരള ഹിസ്റ്ററി. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, social and religious reform movement, national movement in Kerala, literary sources of Kerala history, united Kerala movement, political and social history of Kerala after 1956. ഇപ്പോൾ ഈ ഒരു സിലബസ് ഇംഗ്ലീഷിൽ ആണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. നമുക്ക് 2 ലാംഗ്വേജിലും കൊടുക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷെ പലപ്പോഴും തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴും ചില മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് മലയാളം ബുക്സ് വായിച്ച് പഠിക്കാതെ, അല്ലെങ്കിൽ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ മനസ്സിലാവാതെ വരും. ഇപ്പോൾ രണ്ടും വായിച്ച് കമ്പയർ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇംഗ്ലീഷിലുള്ളത് പ്രിഫർ ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഇന്ത്യയെ പറ്റിയാണെങ്കിൽ മെഡീവിയൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, state reorganization, development in science, education and technology, foreign policy, political history after 1951. അടുത്ത വേൾഡ് ആണ്. ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇതിന് മെയിനായിട്ടും നമുക്ക്
SCERT നമ്മളെപ്പോഴും റെഫർ ചെയ്യണമെന്ന് പറയും. NCERT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വേൾഡൊക്കെ ആദ്യം തന്നെ നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ 12th ക്ലാസ് വരെ നോക്കണം അതിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ വേൾഡൊക്കെ ഈ ഒരു പോർഷൻസൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഈ അടുത്ത് നമുക്ക് കുറച്ചും കൂടി പോർഷൻസ് കൂടുതൽ സിലബസ് വൈസ് കൊടുത്തിരിക്കുന്ന ഇന്ത്യയാണ്, അതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വേൾഡ് ക്ലിയർ ചെയ്യായിരിക്കും ഉചിതം. ഇനി കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടു റെലവൻറ്റ് ടോപ്പിക്. ഇപ്പോൾ ഏതൊരു ടോപ്പിക്ക് പറഞ്ഞാലും അതിൽ PSC മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അതിലൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കറണ്ട് അഫെയർസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ജോഗ്രഫിയാണ്. ജോഗ്രഫിക്ക് 5 മാർക്സ് ആണുള്ളത്. അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി കമ്പയർ ചെയ്യുമ്പോൾ ഹിസ്റ്ററിക്കാണ് കൂടുതൽ മാർക്സ്. ഇനി ജോഗ്രഫി എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി, അതുപോലെ ഇന്ത്യ. ഇപ്പം നമ്മൾ നേരത്തെ ഈ ജോഗ്രഫിക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ KASനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ NCERTയുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് മൈനോട്ട് ബുക്കിൽ, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ എർത്തിൻ്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സൈൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്, കോണ്ടിനെൻറ്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. അടുത്തത് ഇന്ത്യയെ പറ്റിയാണ്. ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, ഇത്രയും ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്. ഇനി കേരളയെ പറ്റി പറയുമ്പോഴും ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. കേരള ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫീച്ചർ, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ഇത്രയും കേരളയിൽ വരും. അടുത്തത് എക്കണോമിക്സ്. എക്കണോമിക്സിന് 5 മാർക്കാണ്. എക്കണോമിക്സിൽ വരുന്നത് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ എക്കണോമിക്സ് പഠിക്കാനായിട്ട് ഇതിനെല്ലാം സെപ്പറേറ്റ് നന്നായിട്ടുള്ള ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ആധികാരികമായിട്ട് പഠിക്കാനുള്ള ബുക്സ് ഉണ്ട് റാങ്ക് ഫയൽ കൂടാതെ. ഇപ്പോൾ എക്കണോമിക്സിനുള്ളൊരു ബുക്കുണ്ട്, അത് ഞാൻ താഴെ കമൻറ്റ് ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പിക്ചർ ഇവിടെ പറ്റുവാണെങ്കിൽ സൈഡിൽ കൊടുക്കാം. എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇതിൽ മാത്രമല്ല, നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, NCERT ടെക്സ്റ്റ് ബുക്കിലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്കണോമിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പഠിച്ചാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ഡെപ്തിൽ പോകണമെങ്കിൽ വേറെ റെഫറൻസ് ബുക്കുകൾ റെഫർ ചെയ്യാവുന്നതാണ്, പ്രത്യേക ടോപ്പിക് വൈസ് റെഫർ ചെയ്യാം. 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടു റെലവൻറ്റ് ടോപ്പിക്. ഇപ്പോൾ ഈ എക്കണോമിക്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫെയർസ് ആയിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഈവൻ അടുത്തത് സിവിക്സ് ആണ്. സിവിക്സിന് 5 മാർക്കാണ്. അടുത്ത പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫോർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, അങ്ങനെ 3 ടൈപ്പ് ഗവൺമെൻറ് ഉണ്ട്. ഇനി എലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, Act and rules regarding consumer protection, watershed management, labor and employment, national rural employment policies, land reform, protection of women, children and old age people, social welfare, social security, socio-economic, statistical data. സിവിക്സിലും കറണ്ട് അഫെയർസ് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനും 5 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, preamble, fundamental rights, directive principles, fundamental duties, citizenship, constitutional amendment, panchayat raj, constitutional institutions and function, emergency, union list, state list, concurrent list.
അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ എപ്പോഴും ഞാൻ പറയുന്നത് NCERT നമുക്ക് റെഫർ ചെയ്യാം. NCERT മറ്റു പല PSC എക്സാമിന് SCERT റെഫർ ചെയ്യണമെന്ന് പറയും, SCERT റെഫർ ചെയ്യാം. കൂടാതെ ഇത് NCERT കുറച്ചുകൂടി ഒരു ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ NCERTയിലെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ല ബുക്കാണ്. അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ടോപ്പിക്കിൽ വരാവുന്നതാണ്. ഇനി അടുത്തത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫെയർസ്. അത് 10 മാർക്സാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ, അതുപോലെ കായികമാണെങ്കിലും കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ ഓരോരുത്തരെയും പറഞ്ഞിട്ട് അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലാണ് കൊടുക്കുന്നത്, പ്രധാന ട്രോഫികൾ, മത്സരങ്ങളും കായിക ഇനങ്ങളും, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന, ഇപ്പോൾ ക്രിക്കറ്റിൽ എത്ര കളിക്കാർ, ഫുട്ബോളിന് എത്ര കളിക്കാർ, അങ്ങനെ പറയുന്ന പോലെ കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്. ഇനി ഒളിമ്പിക്സിനെ പറ്റി തന്നെ അടിസ്ഥാനമായ വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, ഓരോ വർഷത്തെ ഒളിമ്പിക്സ്, 4 കൊല്ലം കൂടുമ്പോൾ ഒളിമ്പിക്സ് വരും, അപ്പോൾ അത് എവിടെയാണ് നടത്തിയത് എന്നുള്ളതൊക്കെ, പ്രശസ്തമായ വിജയങ്ങൾ, ഇപ്പോൾ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ ആദ്യമായിട്ട് കിട്ടിയത് എപ്പോഴാണ്, ആർക്കാണ് കിട്ടിയത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഒളിമ്പിക്സ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇതിൻ്റെ എല്ലാം വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ്, ഇന്ത്യയുടെ നാഷണൽ ഗെയിം, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അടുത്ത സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങളും കൃതികളും, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡുകളും. ഇപ്പോൾ ഏറ്റവും രണ്ട് റീസെൻ്റ് ആയിട്ടുള്ള ദേശീയ അവാർഡുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കണം. അടുത്ത സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, ഇതിനെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും പഠിക്കേണ്ടതാണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്കാണ്. 5 മാർക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്കിൽ വരുന്നത്. അതിൽ ആദ്യം തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡിവൈസസ്, അതിൻ്റെ നെയിംസും യൂസസും, ഔട്ട്പുട്ട് ഡിവൈസസ്, നെയിംസ്, യൂസസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ഫീച്ചേഴ്സും. ഇനി സോഫ്റ്റ്വെയർ ആണ് അടുത്തത്. എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, അതായത് വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റർ, അതിൻ്റെ എല്ലാം യൂസേഴ്സ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്. അടുത്ത ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, അതിൽ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, അതിൻ്റെ ഏത് ലാംഗ്വേജ് എന്ന് വേണ്ട, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെന്നില്ല. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, അതായത് ലാൻ, വാൻ, മാൻ, അതിൻ്റെ എല്ലാം ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻ ഏരിയയും, എവിടെയാണ് ലാൻ യൂസ് ചെയ്യുക, എന്താണ് വാനിൽ നിന്ന് ഡിഫറൻസ്, അങ്ങനെ അറിഞ്ഞിരിക്കണം. അടുത്ത നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ എന്താണ്, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, ഇതിൻ്റെ എല്ലാം യൂസ് എന്താണ്. അടുത്ത ഇൻ്റർനെറ്റാണ് സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എൻജിൻ, അതിൻ്റെ എക്സാമ്പിളും പർപ്പസസും. സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചർ. വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, അതിൻ്റെ ബേസിക്സ് മാത്രം മതി. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്,
ടൈപ്സ് ഓഫ് ക്രൈംസ്, അപ്പോൾ അവെയർനെസ് ലെവലിൽ ടൈപ്സ് ഓഫ് ക്രൈംസ് എന്തൊക്കെയാണ്? IT ആക്ട് ആൻഡ് അതർ ലോസ്, അതും അവെയർനെസ് ലെവലിൽ മാത്രം മതി. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും കമ്പ്യൂട്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും ചോദിക്കാം. അടുത്ത ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. 5 മാർക്കാണ്. അതിൽ ആദ്യം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ. Institutes and organizations in India promoting integration of S&T and innovation, their activities and contribution of prominent Indian scientists. അടുത്തത് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫെൻസ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO, ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാം, DRDOയുടെ വിഷൻ, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy sources, energy policy of India, government policies and program, energy security and nuclear policy of India. അടുത്തത് environmental science, issues and concerns related to environment, its legal aspect, policies and treaties for the protection of environment at the national and the international level, environment protection for sustainable development. അടുത്ത ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺ, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ്, അതായത് പോളിസീസ്, പ്രോട്ടോകോൾസ് ആൻഡ് ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ്, വെസ്റ്റേൺ ഘട്ട്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, legal framework for forest and wildlife conservation in India, environmental hazard, pollution, carbon emission, global warming, developments in the biotechnology, green technology and nanotechnology. ഇതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്. ഇനി അടുത്തത് ഇത്രയും വന്നപ്പോൾ നമുക്ക് GK പോർഷൻസ് മുഴുവൻ കഴിഞ്ഞു. ഇനി അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. മാത്സും അതുപോലെ റീസണിങ്ങുമാണ് വരുന്നത്. 20 മാർക്കാണ്. ഇതിലാദ്യം തന്നെ 10 മാർക്കിന് ലഘുഗണിതം അഥവാ സിമ്പിൾ അരിത്തമെറ്റിക്, അതിലെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പർ, ശതമാനം അഥവാ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം അതായത് മെൻസ്ട്രേഷൻ, പ്രോഗ്രഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രി പ്രോഗ്രഷനും, അതുപോലെ മാനസിക ശേഷി അഥവാ മെൻ്റൽ എബിലിറ്റി, അതിനും 10 മാർക്കാണ്. സീരീസ്, അതുപോലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ്, സൈൻ, സ്ഥാനനിർണയ പരിശോധന, അനലോജി, വേർഡ് അനലോജി, ആൽഫബറ്റ് അനലോജി, നമ്പർ അനലോജി, ഒറ്റയാനെ കണ്ടെത്തുക അഥവാ ഓഡ് മാൻ ഔട്ട്, സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻ, സെൻസ് ഓഫ് ഡിറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾ, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയാണ് വരുന്നത്. ഇനി അടുത്ത ജനറൽ ഇംഗ്ലീഷാണ്. അതിന് 20 മാർക്കാണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് 10 മാർക്കും വൊക്കാബുലറിക്ക് 10 മാർക്കുമാണ്. ഗ്രാമർ എന്ന് പറയുമ്പോൾ 15 ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വേർബ്, article, definite and indefinite articles, uses of primary and modal auxiliary verb, question tag, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degrees of comparison. ഇനി വൊക്കാബുലറി വരുമ്പോൾ സിംഗുലർ ആൻഡ് പ്ലൂരൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, word formation from other words and use of prefix or suffix, compound word, synonym, antonym, phrasal verb, foreign words and phrases, one word substitutes, words often confused, spelling test, idioms and their meaning, expansion and meaning of common abbreviations. അടുത്ത മലയാളമാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. 10 മാർക്സാണ് ഇതിൽ വരുന്നത്. അടുത്ത കന്നഡ,
അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഓരോ ലാംഗ്വേജിനനുസരിച്ചിട്ടും, അതായത് കറക്റ്റ് വേർഡ്, കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ സിലബസ് വരുന്നത്. ടോട്ടൽ 100 മാർക്സിനാണ് സിലബസ് വരുന്നത് പ്രിലിമിനറി എക്സാം. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് ആ ഒരു കട്ട് ഓഫിന് മുകളിൽ എല്ലാവർക്കും തന്നെ മെയിൻസ് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ബുക്സ് അല്ലെങ്കിൽ റാങ്ക് ഫയൽസ് നിങ്ങൾക്ക് സജഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നേരത്തെ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. NCERT, അതുപോലെ മലയാളം ഗ്രാമർ, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സിൻ്റെയും പണ്ട് മുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. താഴെ ലിങ്ക് കൊടുക്കാം, വാച്ച് ചെയ്യുക. താങ്ക് യു.